ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് എന്താണെന്നറിയില്ല, നല്ല മടി ഉണ്ടേനു. ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അനീസ്ക കാറ് കഴിക്കുന്നുണ്ട്, അതൊക്കെ നോക്കി അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കേനു. ഇന്ന് ഇഫ്താറിന് എന്താ ഉണ്ടാക്കണ്ടേന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഭയങ്കര മടി പിടിച്ചിട്ടുള്ളൊരു ദിവസേനു ഒന്ന്. പത്തിരിയും കറിയൊക്കെ ഉമ്മാണ് ഉണ്ടാക്കൽ, ഞാൻ സ്നാക്ക് മാത്രമാണ് ഉണ്ടാക്കുക. പിന്നെ ജ്യൂസ് അനിയൻ അടിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നല്ല മടിയുള്ളതുകൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഉണ്ടാക്കണേ. ഇവിടെ ഉമ്മാൻ്റെയും അതുപോലെ എൻ്റെ വല്യമ്മൻ്റെയും ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മൾ പണ്ട് തൊട്ടേ ഉണ്ടാക്കുന്നതാണ്. മുട്ട ചമ്മന്തി എന്ന് പറയും. മുട്ടയും പിന്നെ തേങ്ങാ ചമ്മന്തിയും എല്ലാം കൂടെ വെച്ചിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ള സ്നാക്കാണ്. അങ്ങനെ മടിയൊക്കെ മാറ്റി വെച്ച് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ടച്ചമ്മന്തിയിൽ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ആദ്യം തേങ്ങ ചിരവി എടുക്കുകയാണ്. അരമുറി തേങ്ങ ചിരവുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് വെക്കണം, കാരണം ഒരു 10-15 മിനിറ്റോളം അത് എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ തേങ്ങ ചിരവുന്നതിൻ്റെ ഇടയിൽ മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുകയാണ്. 5 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ കോഴിമുട്ട മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് പുഴുങ്ങാനായിട്ട് വെക്കുകയാണ്. ഇപ്പം ഞാൻ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് വേണം. ഇപ്പം ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, ഇത് എരിവില്ലാത്ത മുളകാണ്. പിന്നെ കുറച്ച് മല്ലിയില വേണം, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇതെല്ലാം കൂടെ നമ്മൾ ആദ്യം മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചട്നി ആക്കാൻ പോവാണ്. പിന്നെ ഈ മിക്സി ഏതാണെന്ന് കുറേ പേര് ചോദിച്ചു. ഇത് പ്രീതി സോഡിയാക് 2.0 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിക്സിയാണ്. അതിലിങ്ങനെ നമുക്ക് പ്രീസെറ്റായിട്ട് ഒരു 3-4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാറ്റർ, കോക്കനട്ട് ചട്നി അങ്ങനെയൊക്കെ കൊടുത്തേണ്. അപ്പോൾ കോക്കനട്ട് ചട്നീൻ്റെ ഓപ്ഷനാണ് ഞാനിപ്പോൾ പ്രസ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ചമ്മന്തി പാകത്തിന് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് അതുകൂടെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം അങ്ങനെ കുറേ സമയം വെച്ചിട്ട് അടിക്കരുത്, ജസ്റ്റ് ഒന്ന് ആയാൽ മതി. പിന്നെ ഞാൻ ഈ മുട്ട ചമ്മന്തിയിലേക്ക് ഒരു പുളിയും എരിവും മധുരവും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു സോസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പുളി എടുത്തേണ്. ഇത് അനീസ്കൻ്റെ ഉമ്മമ്മൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള പുളിയാണ്. അത് ഉമ്മമ്മ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കുറച്ചൊന്ന് ഉണക്കിയിട്ടൊക്കെ കൊടുത്തയച്ചതാണ്. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഈ പുളിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 2-3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ശരിക്കും നമ്മളിതിൽ ശർക്കരയാണ് ഇടേണ്ടത്, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ശർക്കര ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്തത്. ഇനി ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് പെരുംജീരകം കൂടെ ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണോളം എടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് സ്റ്റവിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ കോഴിമുട്ട വെന്തിട്ടുണ്ട്. അപ്പം ഞാനത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തി മിക്സിൻ്റെ ജാറിൽ നിന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. കോഴിമുട്ട ഇപ്പം നല്ലോണം ചൂടാറിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ തോല് പൊളിച്ചെടുക്കുകയാണ്. ഇനി ഓരോ കോഴിമുട്ടയായിട്ട് എടുത്തിട്ട് അതിങ്ങനെ 4 പീസായിട്ട് മുറിച്ച് കൊടുക്കണം. വേണമെങ്കിൽ നമുക്കിതിങ്ങനെ പകുതി മാത്രമാക്കിയിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ 4 പീസാക്കി കഴിഞ്ഞാൽ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും.
ഇപ്പോൾ ഞാൻ എല്ലാ മുട്ടയും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മഞ്ഞ മാത്രം എടുത്തിട്ട് അത് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ചമ്മന്തിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്യാതെ മുട്ടൻ്റെ മേലെ വെറുതെ ചമ്മന്തി വെച്ച് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് ഈ മുട്ട ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് കാണിച്ചു തരുന്നത്. ആ സമയം കൊണ്ട് ഉമ്മ നല്ല വറുത്തരച്ച ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ മുട്ടൻ്റെ വെള്ളമായിട്ട് എടുക്കുക. എന്നിട്ട് ചമ്മന്തി അതിൻ്റെ മേലെ വെച്ച് നമ്മൾ ചോറൊക്കെ ഉരുളയാക്കൂലേ, അതുപോലെ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. ചമ്മന്തി കുറേ വെക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇങ്ങനെ ഒരു ഭാഗം മുഴുവനും ചമ്മന്തി ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ മേലെയും ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട ചമ്മന്തി കോട്ട് ചെയ്യാനുള്ള ബാറ്റർ ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവിൽ ചെയ്യുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. പിന്നെ കുറച്ച് ഉപ്പും ഒരിത്തിരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത്, അധികം കട്ടിയില്ല എന്നാൽ നല്ല ലൂസും അല്ല, അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ബാറ്റർ ആക്കിയിട്ട് എടുക്കുകയാണ്. ഇനി ഞാൻ മുട്ട ചമ്മന്തി പൊരിച്ചെടുക്കാനുള്ള ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ തിളയ്ക്കാൻ വെച്ചിട്ടുള്ള സോസ് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി അതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. ഈ സോസ് നമുക്ക് ഏത് സ്നാക്കിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. മുട്ട ചമ്മന്തിയിലേക്ക് ഇത് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇന്നിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 2-3 ആഴ്ചയോളം യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ മുട്ട ചമ്മന്തിയായിട്ട് എടുത്ത് ഈ മാവിൽ കോട്ട് ചെയ്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം, കാരണം മുട്ടൻ്റെ വെള്ള ഭാഗം ഓയിലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. കടലമാവ് പെട്ടെന്ന് തന്നെ കുക്കാവും. അപ്പോൾ 2 സൈഡും ഇങ്ങനെ തിരിച്ചും മറിച്ചോട്ട് ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ ഓയിലിൽ നിന്ന് കോരി മാറ്റുക. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലതും പൊരിച്ചെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ എല്ലാ മുട്ട ചമ്മന്തിയും പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വന്നിട്ടുള്ള ചമ്മന്തി വെച്ചിട്ട് ആ ചമ്മന്തി മാത്രം ഉരുട്ടിയിട്ട് അത് ഞാനൊന്ന് മുക്കി പൊരിച്ചു. ഇനി ഇത് നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ നോമ്പ് തുറക്കുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. പിന്നെ അനിയന്മാർ രണ്ടാളും കൂടി ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ട്. ഇന്ന് മാങ്ങ ജ്യൂസാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ ഞാൻ സെബി ഹനി എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ പേര് ചോദിച്ചു അതാരാണ് എന്നൊക്കെ. അപ്പോൾ എനിക്ക് 2 അനിയന്മാരാണുള്ളത്, സാബിത്തും ഹനീനും. അവരെ വീട്ടിൽ സെബി ഹനി എന്നാണ് വിളിക്കൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മുട്ട ചമ്മന്തിൻ്റെ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും, അത്രയും ടേസ്റ്റാണ് ഇതിന്. പിന്നെ നമ്മുടെ സോസും ഒന്ന് ട്രൈ ചെയ്യുക. പുളിനോടും മധുരത്തിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സോസാണ്. അങ്ങനെ നോമ്പ് തുറന്നതിന് ശേഷം നിസ്കാരവും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇന്നലെ ജ്യൂസ് അടിച്ചതിൻ്റെ ബാക്കിയുള്ളത് നമ്മളിങ്ങനെ പോപ്സിക്കിളിൻ്റെ മോൾഡിലാക്കിയിട്ട് വെച്ചതേനു.
ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസാണ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഉപ്പും മധുരമൊക്കെ കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. പിന്നെ ഇതിന് മുന്നേ ഞാൻ കുറേ ഇഫ്താർ വ്ളോഗ്സ് ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയിട്ട് കാണുക, എന്നിട്ട് കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്